ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്തോയ്സ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീം, ആർട്ടിക്കിൾ 341 ആൻഡ് 342 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കാലീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്ട്, അർജന്റീന റിജക്ട്സ് ബ്രിക്സ് മെമ്പർഷിപ്പ്, സി ഹെവി മൊളാസസ്, നാഷണൽ ട്രാൻസിറ്റ് സിസ്റ്റം, വൺ നേഷൻ വൺ പാസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് മധ്യപ്രദേശിലുള്ള ബാഗ്. സോ നമുക്ക് വൺ ബൈ വൺ ഓരോ ന്യൂസിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ്, സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീം. അപ്പോൾ എന്തുകൊണ്ട് ന്യൂസ് വന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ അകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ്സ് അപ്പ് ഓൺ 2 സ്കീംസ്, നോ ഹൈക്ക് ഫോർ PF. അപ്പോൾ സുകന്യ സമൃദ്ധി അക്കൗണ്ട് സ്കീമിലും അതുപോലെ തന്നെ 3 ഇയർ ടൈം ഡെപ്പോസിറ്റിലും ചെറിയൊരു ഹൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ നാഷണൽ സേവിങ്സിലുള്ള സ്മോൾ സേവിങ്സ് സ്കീംസ് എന്തൊക്കെയാണ്, അതിനോടനുബന്ധിച്ച് തന്നെ ഉള്ളതാണ് ഈ സുകന്യ സമൃദ്ധി സ്കീം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, ഈ പറഞ്ഞ പോലെ വേറെ സ്കീമുകൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യാറുണ്ട്. ആവശ്യാനുസരണം ഈ പറഞ്ഞ പോലെ ഹൈക്ക് ചെയ്യുകയും അത് കുറയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാഷണൽ സേവിങ്സ്, സ്മോൾ സേവിങ്സ്, നിങ്ങൾ പലരും പണ്ടൊക്കെ വീടുകളിലുണ്ടായിരുന്നു, ഇപ്പോഴുള്ളതാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്സ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഇതിൻ്റെ ഈ നാഷണൽ സേവിങ്സ് സ്കീംസിൻ്റെ കീഴിൽ വരുന്നതാണ്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, RD അക്കൗണ്ട്, ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അത് തന്നെ 1 ഇയർ ഉണ്ട്, 2 ഇയർ ഉണ്ട്, 3 ഇയർ ഉണ്ട്, 5 ഇയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് 3 ഇയർ ടൈം ഡെപ്പോസിറ്റിൻ്റെ ആണ് ഹൈക്ക് ചെയ്തിരിക്കുന്നത് പറയുന്നത്. അത് ഓരോന്നിനും ഓരോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം 6.8, 6.9, 7 ആയിരുന്നു, അതിപ്പോൾ 7.1 ആക്കി. പിന്നെ 5 ഇയർ ആകുമ്പോഴത്തേക്ക് 7.5, അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം സ്മോൾ സേവിങ് സ്കീംസിലുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആൾക്കാരിൽ, ജനറൽ പബ്ലിക്കിൻ്റെ അകത്ത് ഒരു സേവിങ്സ് മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് മൊബിലൈസ് ചെയ്യുക. ഈ ഫണ്ട് മൊബിലൈസ് ചെയ്തിട്ട് അതത് ഈ പറഞ്ഞ പോലെ നാഷണൽ ബിൽഡിങ്ങിൻ്റെ ഓരോ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിൽ ഈ സ്മോൾ സേവിങ് സ്കീം, നമ്മുടെ സ്മോൾ സേവിങ് സ്കീം വഴി മൊബിലൈസ് ചെയ്യുന്ന ഫണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന് ലോങ് ടേം ലോണായിട്ട് കിട്ടും, ഡെവലപ്മെൻറ്റ് ലോണുകളായിട്ട് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തെ കാര്യം. പിന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, ഇത് കുറച്ചുകൂടെ സേഫാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ സീനിയർ സിറ്റിസൺ സ്കീമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, 8.5 മറ്റോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നാഷണൽ സേവിങ് സ്കീംസ് എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. സ്മോൾ സേവിങ് സ്കീംസ്, അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട സ്കീമുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പീരിയോഡിക്കലി റിവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതൊക്കെയാണ് സ്കീമുകൾ എന്ന് ഓർത്തിരിക്കുക. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് സ്കീമുണ്ട്, പണ്ട് മുതലുണ്ട്, 4% മറ്റാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നാഷണൽ സേവിങ്സ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, RD അക്കൗണ്ട്, നാഷണൽ സേവിങ്സ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നമ്മുടെ 1 ഇയറിൻ്റെ ഉണ്ട്, 2 ഇയർ ഉണ്ട്, 3 ഇയർ ഉണ്ട്, 5 ഇയർ ഉണ്ട്. അതുപോലെ നാഷണൽ സേവിങ്സ് മന്ത്ലി ഇൻകം അക്കൗണ്ട്. ഓരോന്നിനും ഓരോരോ എലിജിബിലിറ്റി ഇൻ ദ സെൻസ് മിനിമം എമൗണ്ട് ഉണ്ട്. അതുപോലെ ചിലതിന് മാക്സിമം ലിമിറ്റ് ഉണ്ട്, ചിലതിന് മാക്സിമം ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ ചിലതാണെന്നുണ്ടെങ്കിൽ ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് തൗസൻഡ്സ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഈ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീംസ്, അതുപോലെ കിസാൻ വികാസ് പാത്ര, അതുപോലെ സുകന്യ സമൃദ്ധി അക്കൗണ്ട്, ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ IT ആക്ടിൻ്റെ, ഇൻകം ടാക്സ് ആക്ടിൻ്റെ 80C വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ മേടിക്കാനും പറ്റുന്നതാണ്. അങ്ങനെ കുറേ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, കിസാൻ വികാസ് പാത്ര, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് നോ ഹൈക്ക് ഫോർ PPF ഒന്നും കൂട്ടിയിട്ടില്ല, അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ സുകന്യ സമൃദ്ധി അക്കൗണ്ട്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇത് പെൺകുട്ടികളുടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഒക്കെ ചേർത്ത് നിങ്ങൾ വായിക്കണം. പെൺകുട്ടികളുടെ പേരിൽ എടുക്കാൻ പറ്റുന്ന അക്കൗണ്ടാണ്. 10 വയസ്സ് വരെ പെൺകുട്ടികൾ ജനിച്ച് 10 വയസ്സ് വരെ അവർക്ക് എടുക്കാം, അവരുടെ പേരിൽ നമുക്ക് അക്കൗണ്ട് എടുക്കാം. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ 21 വയസ്സിന് ശേഷം അവർക്ക് ആ എമൗണ്ട് കംപ്ലീറ്റ്, അതാണ് മച്യൂരിറ്റി പീരീഡ്, 21 വയസ്സിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട്
പിൻവലിക്കാം. അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ 18 വയസ്സിന് ശേഷം അതിൻ്റെ 50% വേണമെന്നുണ്ടെങ്കിലും പിൻവലിക്കാം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ സുകന്യ സമൃദ്ധി യോജനയുടെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഓരോ നാഷണൽ സേവിങ്സ് സ്കീമിൻ്റെ സ്മോൾ സേവിങ്സ് സ്കീംസിൻ്റെ അകത്ത് വരുന്നതാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ റീസെൻ്റ്ലി വന്നാണ് മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇൻട്രസ്റ്റ് റേറ്റുകളൊന്നും ഓർത്തിരുന്നില്ലെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോന്ന് സ്കീമുകളുണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഇപ്പം സുകന്യ സമൃദ്ധി യോജനയെ പറ്റിയാണെന്നുണ്ടെങ്കിൽ സെക്യൂർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫോർ യുവർ ഡോട്ടർ വിത്ത് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് എ മിനിമം എമൗണ്ട് ഓഫ് 250. അപ്പം മിനിമം ഒരു 250 റുപ്പീസാണ് വേണ്ടത്. അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് ബൈ എ പേരൻറ്റ് ഓർ ഗാർഡിയൻ ഓഫ് എ ഗേൾ ചൈൽഡ് അപ് ടു ദ ഏജ് ഓഫ് 10 years. ഓൺലി 1 അക്കൗണ്ട് ഈസ് പെർമിസിബിൾ ഫോർ എ ഗേൾ ചൈൽഡ് ആൻഡ് നോട്ട് മോർ ദാൻ 2 അക്കൗണ്ട്സ് ഇൻ എ ഫാമിലി. അപ്പം അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം ഒന്നും ഓർത്തിരിക്കേണ്ട. അപ്പം മിനിമം ഓഫ് ₹250 ആൻഡ് മാക്സിമം ₹1.5 lakh ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ആൻ ഇയർ. ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 lakh വരെ മാക്സിമം ഇടാം. അക്കൗണ്ട് സ്റ്റാൻഡ്സ് ഫോർ 21 years. ഇതാണ് അതിൻ്റെ മച്യൂരിറ്റി പീരീഡ്. ആൻ എമൗണ്ട് ഓഫ് അപ് ടു 50% ഓഫ് ദ ബാലൻസ് ക്യാൻ ബി വിത്ഡ്രോൺ ബൈ ദ ഗേൾ ചൈൽഡ് ആഫ്റ്റർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 18 years. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് സ്കീം ഈസ് വെരി അട്രാക്റ്റീവ്. അറ്റ് പ്രസന്റ് 8.4. ഇത് പഴയ ഇതാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ 8.4 എന്നുള്ളത് കുറച്ചു 8 ആക്കി. ഇപ്പോൾ അത് 8.2 ആക്കി. അപ്പോൾ ഇത് പഴയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ അക്കൗണ്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് എനിവർ ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ ഫ്രം ബാങ്ക് ടു പോസ്റ്റ് ഓഫീസ് ആൻഡ് പോസ്റ്റ് ഓഫീസ് ടു ബാങ്ക്. അപ്പോൾ ഇത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്, പോസ്റ്റ് ഓഫീസുകളിലാണ് ഇത് തുറക്കാം. അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകളിലും എടുക്കാം. അതുപോലെ തന്നെ ഇത് ട്രാൻസ്ഫറബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കുക. സുകന്യ സമൃദ്ധി യോജന ഇസ് എ സ്മോൾ ഡെപ്പോസിറ്റ് സ്കീം ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ meant exclusively for a girl child and launched as a part of Beti Bachao Beti Padhao campaign. The scheme is meant to meet the education and marriage expenses of a girl child. അപ്പം വുമൺ എംപവർമെൻറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വേറെയും സ്കീമുകളുണ്ട് കേട്ടോ. ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്റ്റെമ്മിലൊക്കെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അങ്ങനത്തെ അതൊക്കെയുള്ള ഹയർ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്ന കുറേ സ്കീമുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് വെക്കാം. ഇപ്പം നാഷണൽ സേവിങ്സ്, ഈ നാഷണൽ സേവിങ്സിൻ്റെ പല പല സ്കീമുകളുടെ അതിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം തീരുമാനിക്കുന്നത് നാഷണൽ സേവിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലാണ്. പിന്നെ ഓരോ സ്റ്റേറ്റിലേതും അതത് സ്റ്റേറ്റിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ കീഴിലാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ആർട്ടിക്കിൾ 341 ആൻഡ് ആർട്ടിക്കിൾ 342. അപ്പോൾ എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് എക്സ് കോൺഗ്രസ്മാൻസ് ലെഗസി. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഇതായിരുന്നു നമ്മളിത് വായിക്കാനുള്ള ന്യൂസ് ആർട്ടിക്കിളുടെ കാരണം. ഇതിൻ്റെ ഇവിടെ ഉണ്ട് ആർട്ടിക്കിൾ 341 ആൻഡ് 342 പ്രിസ്ക്രൈബ് ദ പ്രസിഡൻസ് പവർ ടു നോട്ടിഫൈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 341 എന്താണ്, ആർട്ടിക്കിൾ 342 എന്താണ്, അത് ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തിരിക്കുന്ന സാധനമാണ്. ജസ്റ്റ് എന്താണ് 341, 342 എന്നറിയാം. അതിനുശേഷം നമുക്ക് ഈ ന്യൂസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. ആർട്ടിക്കിൾ 341 പറയുന്നത് ഇങ്ങനെയാണ്: ദ പ്രസിഡന്റ് ബൈ പബ്ലിക് നോട്ടിഫിക്കേഷൻ സ്പെസിഫൈ ദ കാസ്റ്റ്, റേസസ് ഓർ ട്രൈബ്സ് ഓർ പാർട്സ് ഓഫ് എ ഗ്രൂപ്പ് വിതിൻ കാസ്റ്റ്, റേസസ് ഓർ ട്രൈബ്സ് which shall for the purpose of the constitution be deemed to be scheduled caste in relation to that state. അതുപോലെ തന്നെ 342 പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഇതിപ്പോൾ എന്താണ് ന്യൂസിൽ, ഇപ്പോഴും നല്ല, ഇത് പലപ്പോഴായിട്ടുള്ളതാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസുകൾ കൺവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല, അവരെ ഡീലിസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഇതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ സംവരണം അല്ലെങ്കിൽ റിസർവേഷൻ എന്നുള്ളത് കാസ്റ്റ് ബേസിസിലാണ്, റിലീജിയൻ ബേസിസിലല്ല. അപ്പോൾ അത് കാസ്റ്റ് അടിസ്ഥാനത്തിലാണ് റിസർവേഷൻ പോകേണ്ടതെന്ന് പറയുന്നു. അതേപോലെ തന്നെ പുറത്ത് മറുവശത്ത് പറയുന്നത് ഈ പറഞ്ഞ പോലെ കൺവേർട്ടഡ് ആയി വേറൊരു റിലീജിയനിലേക്ക് കൺവേർട്ടഡ് ആയി കഴിയുമ്പോഴത്തേക്കും അവരുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റിയും അത് മാറുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറൊരു സോഷ്യൽ ആസ്പെക്റ്റാണ്. അപ്പോൾ അവർക്ക് ആ പ്രിവിലേജസ് ഒക്കെ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് റിസർവേഷൻ പിന്നീട് അതിൻ്റെ ആവശ്യമില്ല
എന്നുള്ള ഒരു ഡിബേറ്റ് ആണ്. എനിവേ അതിൻ്റെ ആ മൂവ്മെൻറ്റിന് പിന്നെ ഒരു മൊമെൻ്റം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയൊക്കെയാണ് ഇപ്പം തർക്കം വരുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ആ ന്യൂസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആർട്ടിക്കിൾ 341 342 എന്താണെന്നുള്ളത് UPSC പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കുക. അടുത്തത് ന്യൂസ് കാലീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ്. അത് എപ്പോഴും ന്യൂസിൽ വരുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റുകളിലൊന്നാണ്. ഗോദാവരി റിവറിലുള്ളതാണ്. പ്രത്യേകിച്ച് അത് നമ്മുടെ റീസെൻ്റ്ലി നടന്ന ഇലക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും, തെലങ്കാന ഇലക്ഷൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ സ്റ്റേജിൽ വന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ എന്താണ് ഇത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദ കാലീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഓർ KLIP is a multi-purpose irrigation project on the Godavari River in Kalishwaram, Bubalappally, Telangana, India. Currently the world's largest multi-stage lift irrigation project. Its farthest upstream influence is at the confluence of Pranhida and Godavari rivers. അപ്പോൾ എന്താണ് ഈ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ. എന്താണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ ധാരണ വേണം. ലിഫ്റ്റ് ഇറിഗേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ in which water, instead of being transported by natural flow as in gravity-fed canal systems, requires external energy through animal fuel-based or electrical power using pumps or other mechanical means. അതായത് നമുക്കറിയാം ഇന്ദിരാഗാന്ധി കനാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ സ്ലോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി വഴി തന്നെ അതിൻ്റെ ഫിസിക്സ് ഒക്കെ ഹയർ പൊട്ടൻഷ്യൽ എനർജി ഉള്ളിടത്ത് നിന്ന് ലോവർ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഉള്ളിടത്ത് ഫ്ലോ നടക്കും, ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. അപ്പോൾ പൊക്കമുള്ള സ്ഥലത്ത് നിന്ന് താഴോട്ടുള്ള സ്ഥലത്തേക്ക്, പൊക്കം കുറവുള്ള സ്ഥലത്തേക്ക് വെള്ളം ഒഴുകും. കേരളത്തിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും അങ്ങനെയാണ് ഒഴുകുന്നത്. ഇനി അങ്ങനെ നാച്ചുറലി ഒഴുകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മെക്കാനിക്കൽ മീൻസ് വഴി താഴെയുള്ള വെള്ളം മുകളിലത്തെ ഈ പറഞ്ഞ പോലെ വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ എത്തിക്കണം. അതാണ് ബേസിക്കായിട്ട് ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഈ പറഞ്ഞ പോലെ ഫ്യൂൽ ബേസ്ഡ് ഇലക്ട്രിക് പമ്പ് അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ ഇതൊരു ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഗോദാവരിയുടെ ഡ്രെയിനേജ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങളിത് പഠിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഇന്റർ സ്റ്റേറ്റ്സ്, ഇപ്പം കേരള തമിഴ്നാട്, കർണാടക ആന്ധ്ര, അങ്ങനത്തെ റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സിനെ പറ്റി ഒരു ധാരണ വേണം. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് ഇന്റർലിങ്കിങ്, റിവർ ലിങ്കിങ് അല്ലെങ്കിൽ റിവർ ലിങ്കിങ് പ്രോജക്ട്സ്. നിങ്ങൾ ഒരുപക്ഷെ ന്യൂസിൽ കണ്ടിട്ടൊക്കെ കാണും, കെൻ ബെത്വ ലിങ്ക് പ്രൊജക്ട്. അപ്പം അങ്ങനത്തെ കുറച്ചധികം പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സോഷ്യൽ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൾട്ടിപർപ്പസ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഡിസ്പ്ലേസ് ആവുന്നുണ്ട്. അതായത് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അവരുടെ റീഹാബിലിറ്റേഷനൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റിനോടനുബന്ധിച്ച് കുറച്ച് കറപ്ഷൻ അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ, അപ്പം എവിടെയാണ് കാലീശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ്, ഏത് നദിയിലാണ്, ഏത് സംസ്ഥാനത്താണ്, എന്താണ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ്, പിന്നെ റിവർ ലിങ്കിങ് പ്രൊജക്ട്സ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള മെയിൻ ആയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. കാലീശ്വരം ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടി സ്റ്റേജ് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രൊജക്ട്, 1832 കിലോമീറ്റർ ലെങ്ത് ഓഫ് വാട്ടർ സപ്ലൈ റൂട്ട്. അത് കുറേ കാര്യങ്ങളാണ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് അർജന്റീന റിജക്ട്സ് ബ്രിക്സ് മെമ്പർഷിപ്പ്. ഇത് എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഹെൽഡ് ആയിട്ടുള്ള 15th സമ്മിറ്റ് ഉണ്ടായിരുന്നു ബ്രിക്സിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ ബ്രിക്സിൻ്റെ മെമ്പർഷിപ്പ്, ബ്രിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, പേര് പറയുന്ന പോലെ തന്നെയാണ്, അക്രോണിമാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ആദ്യം ബ്രിക് ആയിരുന്നു, അതിനുശേഷം സൗത്ത് ആഫ്രിക്കയും കൂടെ വന്നപ്പം ബ്രിക്സ് ആയി. അപ്പോൾ നമുക്കിപ്പം ഇവർക്ക് നമ്മുടെ ഒരു ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞൊരു ബാങ്കൊക്കെ ഉണ്ട് ബ്രിക്സിൻ്റെ. അപ്പോൾ നമ്മുടെ ഇത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം രാജ്യങ്ങളെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത് ഈ അടുത്ത 2024 മുതൽ അവർ ഈ ഗ്രൂപ്പിങ്ങിൽ ജോയിൻ ചെയ്യാനുള്ള ഇതിലായിരുന്നു. അതിൻ്റെ അകത്തൊന്നായിരുന്നു അർജന്റീന, അതുപോലെ തന്നെ ഈജിപ്ത് ഉണ്ടായിരുന്നു, സൗദി അറേബ്യ ഉണ്ടായിരുന്നു, UAE ഉണ്ടായിരുന്നു, എത്യോപ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അർജന്റീന ഒഫീഷ്യലി വിഡ്രോ ചെയ്തിരിക്കുകയാണ്, റിജക്ട്സ് ബ്രിക്സ് മെമ്പർഷിപ്പ്. അതിൻ്റെ പൊളിറ്റിക്കൽ റീസൺ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പുതിയ പ്രസിഡന്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. സാവിയർ മിലൈ എന്ന് പറയുന്ന
ആളാണ് അവിടുത്തെ ഒരു പുതിയൊരു പ്രസിഡന്റ് ഇലക്ട്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ ഒരു പ്രോ US ആളാണ്. അപ്പോൾ ചൈന ഈ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോ US ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അതിനോട് സഹകരിച്ച് പോകാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. എനിവേ, ഇപ്പോൾ ബ്രിക്സിൻ്റെ ഒരു ഇൻസെപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം, ജനസിസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. നമ്മുടെ ഈ വെസ്റ്റ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് US ഡോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന US ഡോമിനേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു വേൾഡ് ഓർഡറിൽ നിന്ന് ഒരു മാറ്റത്തിന് വേണ്ടി എമർജിങ് എക്കണോമീസ് എല്ലാം കൂടെ, ഇപ്പം നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ഇന്ത്യ, ബ്രസീലൊക്കെയാണ് എമർജിങ് എക്കണോമീസ്. അപ്പം അങ്ങനത്തെ എമർജിങ് എക്കണോമിക്സിൻ്റെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് കൊണ്ടുവന്നത്. നമ്മൾ കോമൺ കറൻസി ഒക്കെ കൊണ്ടുവരാനൊക്കെയുള്ള പ്ലാനൊക്കെ ഉണ്ട്. എനിവേ, വാട്ട് എവർ. അപ്പോൾ അങ്ങനെ ഒരു എമർജിങ് എക്കണോമീസ്, വെസ്റ്റിൻ്റെ ആ ഒരു ഹെജിമണിയെ തകർക്കുക എന്നുള്ളതല്ല, ഹെജിമണിക്കെതിരെ വന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. 2024 ജനുവരി 1 മുതൽ പുതിയ കുറച്ച് മെമ്പേഴ്സും കൂടെ വരുന്നതായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് അർജന്റീന ഇപ്പം വിഡ്രോ ചെയ്തു. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ ചേഞ്ച് ആണ്. പുതിയ പ്രസിഡന്റ് കുറച്ചുകൂടെ പ്രോ US ആണ്. അപ്പോൾ ബ്രിക്സ് എന്താണ്, അർജന്റീന അതിൻ്റെ അകത്തുനിന്ന് ആ ഗ്രൂപ്പിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സോ ബ്രിക്സ് ഈസ് ആൻ അക്രോണിം ഫോർ ദ ഗ്രൂപ്പിംഗ് ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് എമർജിംഗ് എക്കണോമിക്സ്, നെയിംലി ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. അങ്ങനെയാണ് ബ്രിക്സ് എന്നുള്ള പേര് വന്നത്. ആദ്യം അത് BRIC ആയിരുന്നു. ഇൻ 2001 ദ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ജിം ഒനീൽ coined the term BRIC to describe the 4 emerging economies of Brazil, Russia, India and China. 2010 നമ്മുടെ സൗത്ത് ആഫ്രിക്കയും കൂടെ വന്നു. അങ്ങനെ അത് ബ്രിക്സ് ആയി. അപ്പം ബ്രിക്സിൻ്റെ ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് സീ ഹെവി മൊളാസസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ പല ഡൈമെൻഷനുകളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, OMC's hike purchase price of സീ ഹെവി മൊളാസസ് എത്തനോൾ ടു ബൂസ്റ്റ് പ്രൊഡക്ഷൻ. OMC എന്ന് പറഞ്ഞാൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി. നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷന്, നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അങ്ങനത്തെ IOC, BPCL, HPCL, അങ്ങനത്തെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്. അപ്പം ഇങ്ങനെയുള്ള കമ്പനീസ് നമ്മുടെ സീ ഹെവി മൊളാസസ്, അപ്പോൾ അതിന് സീ ഹെവി മൊളാസസിലേക്ക് വരുന്നതിന് മുമ്പ് അത് പ്രൊക്യൂർ ചെയ്യുന്ന ആ പൈസ കുറച്ചുകൂടെ കൂടുതലാക്കി. അതാണ് ന്യൂസ്. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ഈ എത്തനോൾ ബ്ലെൻഡിങ്, എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്? നമ്മൾ ടാർഗറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പല പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് എത്തനോൾ ബ്ലെൻഡിങ്ങിനൊക്കെ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇത്രേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രൂഡ് ഓയിൽ വളരെയധികം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര ഇമ്പോർട്ട് ഡിപ്പെൻഡൻ്റ് ആണ് ക്രൂഡ് ഓയിലിൽ. നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ക്രൂഡ് ഓയിലായിട്ടുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുവാണ് പല സ്ഥലങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജിയോ പൊളിറ്റിക്കൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ക്രൂഡ് ഓയിൽ ഫ്ലക്ച്വേഷൻസ്, ആഗോളതലത്തിലുള്ള ക്രൂഡ് ഓയിലിൻ്റെ വില വ്യതിയാനങ്ങൾ ഇന്ത്യയുടെ എക്കണോമിയെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന് അതൊരു വലിയ കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് ഫേസ് ഔട്ട് ചെയ്ത് കളയാനും പറ്റില്ല. കാരണം ലാർജ്ലി ഇത് നമ്മൾ ട്രാൻസ്പോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്രോൾ, ഡീസൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ആ ഒരു വോളിയം ഓഫ് ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എത്തനോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നതാണ്. നിങ്ങൾ ആൽക്കഹോളിക് ബിവറേജിൻ്റെ അകത്തൊക്കെ ഉള്ള എത്തനോൾ തന്നെ. ആ എത്തനോള് പെട്രോളിൻ്റെ അകത്ത് ബ്ലെൻഡ് ചെയ്യുക, അത് പല പ്രപ്പോർഷനിൽ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ ടാർഗറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 20% ബ്ലെൻഡിങ് എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ എത്തനോൾ ബ്ലെൻഡിങ് പ്രോഗ്രാം എന്ന് പറയുന്ന നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൾസിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ ഈ എത്തനോൾ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതൊരു ബയോഫ്യൂലാണ്. അപ്പോൾ ഈ നമ്മുടെ ഷുഗർ കെയിൻ ഇൻഡസ്ട്രീസ് ഇതിൻ്റെയൊക്കെ ആ മൊളാസസിൽ നിന്ന് എത്തനോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരു വൺ ഓഫ് ദ മെത്തേഡാണ്. പിന്നെ വീറ്റ്, അങ്ങനെ പലതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് തന്നെ വേറൊരു പ്രശ്നമുള്ള എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം വീറ്റിൽ നിന്നോ അങ്ങനത്തെ ഫുഡ് ക്രോപ്സിൽ നിന്നാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഫുഡ് ക്രോപ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഷുഗർ കെയിൻ്റെ റെസിഡ്യൂസിൽ നിന്നാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഷുഗർ സിറപ്പിൽ നിന്നോ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് ആ ഫുഡ് എലമെന്റ്, ആ ഫുഡ് ഫാക്ടർ എന്നുള്ള അവിടുന്ന് നഷ്ടപ്പെടുകയാണ്. നമ്മൾ ഫ്യൂവലിന് വേണ്ടി ഫുഡിനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുവാണ്. അതേസമയം ഈ സീ ഹെവി മൊളാസസ് എന്ന് പറയുന്നത് ഷുഗർ കണ്ടന്റ് വളരെ കുറവുള്ള, കമ്പാരിറ്റീവ്ലി ബി ഹെവി മൊളാസസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, നമ്മുടെ ഷുഗർ സിറപ്പിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഷുഗർ കണ്ടന്റ് വളരെ കുറവുള്ള ഒരു ബൈ പ്രൊഡക്റ്റാണ്, ഒരു പ്രൊഡക്റ്റാണ് ഷുഗർ കെയിൻ ഇൻഡസ്ട്രിയുടെ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കി നമ്മുടെ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഷുഗർ സിറപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമില്ല. അത് ഷുഗർ പ്രൊഡക്ഷന് വേണ്ടി തന്നെ ഉപയോഗിക്കാം. ഷുഗർ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്മോഡിറ്റിയും കൂടെയാണ്. അപ്പം ഈ സീ ഹെവി മൊളാസസിൻ്റെ അകത്തുനിന്ന് നമുക്ക് അധികം ഷുഗർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ആണ് ഫോർ എത്തനോൾ പ്രൊഡക്ഷൻ. പക്ഷേ ഇതിനാണെന്നുണ്ടെങ്കിൽ ഷുഗർ കെയിൻ ഇൻഡസ്ട്രീസിനാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിന് ഈ പറഞ്ഞ പോലെ ഭയങ്കര പൈസ കുറച്ചാണ് കൊടുക്കുന്നത്, പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എക്കണോമിക്കലി ഫീസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ഓയിൽ മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർ ലിറ്ററിന് 6.87 റുപ്പീസ് ഹൈക്ക് ചെയ്ത് ഇപ്പോൾ പെർ ലിറ്ററിൽ 56.28, 50 രൂപ ആയിരുന്നത് 56.28, 50 രൂപ അല്ല, ഇപ്പോൾ 56.28 പെർ ലിറ്ററിലാണ് ഈ സീ ഹെവി മൊളാസസ് പ്രൊക്യൂർ ചെയ്യുന്നത്. എന്നിട്ട് അവരത് എത്തനോൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ എന്താണ്, അത് ഇന്ത്യയുടെ ഒരു പോളിസിയുടെ ഭാഗം തന്നെയാണ്. നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൾസ് എന്താണ് അത് നോക്കണം. നമ്മുടെ ബ്ലെൻഡിങ് ടാർഗറ്റ്സ് നോക്കണം. 2025 2030 ഇന്ത്യ 2070 സീറോ എമിഷൻസ് നെറ്റ് ന്യൂട്രാലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലഡ്ജ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ UNFCCയിലൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു ഘടകവും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ E100 പ്രോജക്റ്റ്, പൈലറ്റ് പ്രോജക്റ്റ് എന്താണ്, ഇത് നിങ്ങളൊന്ന് നോക്കണം. ഫുഡ് വേഴ്സസ് ഫ്യൂവൽ ഡിബേറ്റ് അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ പഠിക്കുന്നതാണ്, എൻവയോൺമെൻറ്റിൻ്റെ അകത്തൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ചില സ്കീംസുകളുണ്ട്. PM-JEEVAN യോജന, പ്രധാനമന്ത്രി ജൈവ് ഇന്ധൻ വാതാവരൺ യോജന എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനത്തെ സ്കീമുകളെ പറ്റി എന്താണെന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ റുക്കോ ഹിന്ദിയിലൊക്കെ റുക്കോ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്ന്, റീപർപ്പസ് കുക്കിംഗ് ഓയിലാണ്. FSSAIയുടെ ആയിട്ട്, അതായത് നമ്മുടെ ഈ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന, നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈറ്ററീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മീൻസ് ഡെയിലി ബേസിസിൽ. അത് വീണ്ടും യൂസ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെറുതെ കളയുന്ന അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അവരപ്പോൾ അത് വീണ്ടും അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യൂസ്ഡ് കുക്കിംഗ് ഓയിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏജൻസീസ് കളക്ട് ചെയ്തതിന് ശേഷം അത് ബയോഡീസലിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് റീപർപ്പസ് കുക്കിംഗ് ഓയിൽ. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സുകളെ പറ്റി, അങ്ങനത്തെ പ്രോഗ്രാമുകളെ പറ്റിയും സ്കീമുകളെ പറ്റിയൊക്കെ ഒരു ഏകദേശ ധാരണ വേണം എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാം അതെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സീ ഹെവി മൊളാസസ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ കാൻഡിഡേറ്റ് ഫോർ എത്തനോൾ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ കർഷകർക്ക് കുറച്ചുകൂടെ പൈസ കൂടുതൽ കൊടുത്തിട്ട് അത് മേടിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ കർഷകരുമാണെന്നുണ്ടെങ്കിൽ, ഷുഗർ കെയിൻ ഇൻഡസ്ട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ അതൊരു ബൂസ്റ്റാണ്, ഫാർമേഴ്സിനും അതൊരു ബൂസ്റ്റാണ്. ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഗ്രീൻ എക്കണോമിയുടെ ഒരു ഭാഗമൊക്കെയാണ്. സർക്കുലർ എക്കണോമി, നിങ്ങൾ സർക്കുലർ എക്കണോമി, ലീനിയർ എക്കണോമി ഒക്കെ കേട്ടിട്ടുണ്ട്. സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിര വികസനമൊക്കെയാണ് അതിൻ്റെ അകത്തെ ഒരു കാര്യം, സസ്റ്റൈനബിലിറ്റി. ലീനിയർ എക്കണോമി ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയാണ് അതിൻ്റെ അകത്തെ പ്രധാന ഘടകം. അപ്പം ആ കാര്യങ്ങളും എല്ലാം ഇതോട് ചേർത്ത് തന്നെ വായിക്കുക. അടുത്തത് നാഷണൽ ട്രാൻസിറ്റ് പാസ് സിസ്റ്റം, 1 നേഷൻ 1 പാസ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ PIB-ക്കകത്ത് വന്ന ഒരു ആർട്ടിക്കിളാണ്. യൂണിയൻ മിനിസ്റ്റർ ഫോർ എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ശ്രീ ഭൂപേന്ദ്ര യാദവ് ടുഡേ ലോഞ്ച് ദ നാഷണൽ ട്രാൻസിറ്റ് പാസ് സിസ്റ്റം പാൻ ഇന്ത്യ ടു ഫെസിലിറ്റേറ്റ് സീംലെസ് ട്രാൻസിറ്റ് ഓഫ് ടിംബർ, ബാംബു ആൻഡ് അതർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അക്രോസ് ദ കൺട്രി. കാര്യമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ഒരു ഓൾ ഇന്ത്യ പാസ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിരുന്നു. പറഞ്ഞ പോലെ ടിംബർ, ബാംബു, അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലോജിസ്റ്റിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈം ഡിലേയും അങ്ങനത്തെ പല ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴത്തുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൺ നേഷൻ വൺ പാസ് റെജീമിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ലോജിസ്റ്റിക്സ് ഒക്കെ, ട്രാൻസ്പോർട്ടൊക്കെ കുറെ കൂടി ഈസി ആവും. അതിൻ്റെ അകത്ത് ഫാസ്റ്റർ ആവും, അതുപോലെ തന്നെ ഈസിയറും ആവും. ഓരോ ഇപ്പം ബോർഡേഴ്സിലുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കറന്റ് ദ ട്രാൻസിറ്റ് പെർമിറ്റ്സ് ആർ ഇഷ്യൂഡ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ടിംബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് based on state-specific transit rules. The National Transit Pass System envisioned as a one nation, one pass regime which will enable seamless transport. That is, seamless transit across the country. This initiative will streamline the issuance of timber transit permits by providing a unified online mode for tree growers and farmers involved in agroforestry across the country, contributing to ease of doing business. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ. ഈ പറഞ്ഞതുപോലെ ഓരോരോ സ്റ്റേറ്റുകളിലെ ട്രാൻസിറ്റ് എടുക്കാതെ തന്നെ ഒറ്റ സീംലെസ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സിന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അഗ്രോ ഫോറസ്ട്രി, നമ്മുടെ അഗ്രോ ഫോറസ്ട്രി എന്താണ് എന്നുള്ള കാര്യങ്ങളും കൂടെ അതിനോടനുബന്ധിച്ച് തന്നെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ എത്രയാണ് ടാർഗറ്റഡ് ഫോറസ്റ്റ് കവർ വേണ്ടത്, എത്രയാണ് ഇപ്പോഴത്തെ ഫോറസ്റ്റ് കവർ എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. പ്ലേസസ് ന്യൂസ് ആയിട്ട് ബാഗ്, മധ്യപ്രദേശിലുള്ള ഇത് നിങ്ങൾ പലയിടത്ത് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ബാഗ് ഗുഹകളൊക്കെ ഉണ്ട്, മറ്റേ പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ള, അതുപോലെ തന്നെ ബാഗ് പ്രിൻറ്റ്സ് ഒക്കെ ഉണ്ട്, മറ്റേ എംബ്രോയിഡറി അല്ല, മറ്റേ ക്ലോത്തിങ് മെറ്റീരിയലിലൊക്കെ ഉള്ള. ഇപ്പോൾ ഇതെന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയായിരുന്നു ന്യൂസ്. വേർ ഫോസിൽസ് മീറ്റ് ഫെയ്ത്ത്. നമ്മൾ കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥയൊക്കെ പോലെ തോന്നും. അതായത് സ്റ്റോൺ ഡെയിറ്റി വർഷിപ്ഡ് ബൈ ബിൽസ് ഇൻ മധ്യപ്രദേശ് ബാഗ് വാസ് റീസെൻ്റ്ലി പ്രൂവ്ഡ് ടു ബി എ ഫോസിലൈസ്ഡ് ഡിനോസർ എഗ്, വിത്ത് സയൻറ്റിസ്റ്റ് ഹോപ്പിംഗ് ടു ബാഗ് ഇന്ത്യാസ് ഫസ്റ്റ് യുനെസ്കോ ജിയോപാർക്ക് ടാഗ്. ആനന്ദ് മോഹൻ. അപ്പം അതാണ് കാര്യം. അതായത് അവിടുത്തെ ബിൽസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അവർ ഡേറ്റ് പോലെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഒറിജിനലി ഒരു ഫോസിലൈസ്ഡ് ഡിനോസർ എഗ് ആയിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ മധ്യപ്രദേശിലെ ഈ ഭാഗത്ത് തന്നെയാണ് മറ്റേ ഫോസിൽ നാഷണൽ പാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പം ഇത് പോയിട്ടുണ്ട് നമ്മുടെ യുനെസ്കോ നിങ്ങൾക്കറിയാം പല ലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ്സ്, ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്, അതുപോലെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അകത്തുള്ളതാണ് ജിയോ പാർക്ക്. ഇന്ത്യയിൽ നിന്ന് ആദ്യത്തെ ജിയോ പാർക്കായിട്ട് ഈ പറഞ്ഞ പോലെ ബാഗ്, ദർ ഡിസ്ട്രിക്റ്റിലുള്ള ബാഗ് എന്ന് പറയുന്നത് പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു ആൾക്കാരുമായിട്ടുള്ള ആ ഒരു എന്താണ് അവരുടെ ഒരു സോഷ്യൽ ലൈഫും സ്പിരിച്വൽ ഇതും അതുമൊക്കെ ഇൻ്റർലിങ്ക്ഡ് ആണ് എന്ന് കാണിക്കുന്നതും കൂടെയാണ് ഇത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ സ്ഥലം എവിടെയാണ് എന്നുള്ള അറിഞ്ഞിരിക്കുക. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഏൻഷ്യൻ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ളതാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ ജിയോ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്സ് ആർ സിംഗിൾ യൂണിഫൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് വെർ സൈറ്റ്സ് ആൻഡ് ലാൻഡ്സ്കേപ്സ് ഓഫ് ഇന്റർനാഷണൽ ജിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആർ മാനേജ് വിത്ത് എ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. യുനെസ്കോ ഇങ്ങനെ പല ലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയാം, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെ പല ലിസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയുള്ളവരാണ് ഗ്ലോബൽ ജിയോ പാർക്സിൻ്റെ ആ ഒരു ലിസ്റ്റ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ജിയോ പാർക്ക് ടാഗ് ഇത് കിട്ടാനുള്ള ഒരു പ്രപ്പോസലൊക്കെ പോയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.